നല്ല കാര്യം. ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് പൊളിച്ച് ഉസ്താദ് പറയുന്ന ഈ വാക്കുകൾ ഉണ്ടല്ലോ, അത് എഴുതി വെച്ചോ. ഇങ്ങനെ മാനവികത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവാണെന്നുള്ളതാണ്. ഒരു മതത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി, ഒരിക്കലും ആ മതവിശ്വാസിയാന്ന് നമ്മൾ പറയുന്നില്ല, ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി അവിടേക്ക് കയറി ചെല്ലുന്നു, അവിടെ പോയിട്ട് റീൽസ് എടുക്കുന്നു, കോടതി നിയമങ്ങളെ ലംഘിക്കുന്നു. ഈ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം ആണല്ലോ, ഇസ്ലാമിൽ പറഞ്ഞ എല്ലാവരെയും കരിവാരിത്തേക്ക അല്ലെങ്കിൽ ആ മതത്തെ കരിവാരിത്തേക്കാന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മറ്റു ആളുകളുണ്ടല്ലോ, അവരുപയോഗിച്ച് നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ പള്ളിയിൽ പോയിട്ട് വുദു എടുത്തിട്ട്, അതായത് നിസ്കാരത്തിന് മുന്നേ ഇവര് ശരീരം ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നീ അവിടെ പോയി ചെയ്തിട്ടൊന്ന് റീലിടുവോ എന്നാ ചോദിക്കുന്നത്. ഈ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് റീൽസ് ചിത്രീകരിക്കുക, കുളത്തിൽ കൈയും കാലിട്ട് ഇളക്കിയിട്ട് അതിന്റെ വീഡിയോ എടുക്കുക. ഇതൊന്നും ഒരിക്കലും ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമല്ല. മറ്റുള്ള മതങ്ങളെ എന്നും റെസ്പെക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഇമാതിരി പരിപാടി കാണിക്കാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശുദ്ധികലാശത്തിനുള്ള മുഴുവൻ ചെലവും ഇവളെ കൊണ്ട് കൊടുപ്പിക്കണം എന്നുള്ളത്. ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. നമുക്ക് മുഴുവൻ കാണാം. ആലോചിച്ചു, എന്തിനത് തോന്നിയാസം ആലോചിച്ചു. ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ആരായാലും പ്രതികരിക്കും, അല്ലേ? സമീപകാലത്ത് ഒരു ചർച്ചിന്റെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ചാടലും തുള്ളലും. അവരതിൻ്റെ മുമ്പിൽ നോട്ടീസ് ബോർഡ് വെച്ചു, ഇവിടെ ഈ ചാടലും തുള്ളലും റീൽസും പാടില്ല എന്നുള്ളത്. അത് ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക്, നിങ്ങൾ ആരെയും കാലയെ കെട്ടി വലിച്ചിട്ട് പോയില്ലല്ലോ. അവിടെ ചെന്ന് റീൽസ് എടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി അവിടെ നിങ്ങൾക്ക് യഥേഷ്ടം റീൽസ് എടുക്കാം, ആർക്കും വന്ന് റീൽസ് എടുക്കാം. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്, ആരാധന നിർവഹിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ആരാധനാലയമാർക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്. അവിടെ പോകേണ്ടത് ആരാണ്? വിശ്വാസികളായ ആളുകളാണ്. വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്, വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടും അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് റീൽസ് ചിത്രീകരിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾക്ക് അതൊന്നും മനസ്സിലാവില്ല ഉസ്താദെ. ഇതൊക്കെ സത്യം പറയുന്നുണ്ടെങ്കിൽ പ്രഹസനങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ഒരു ചെറിയ കുറിപ്പില് മാപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്ന ക്ഷമാപണം കൊണ്ട് എന്ത് കാര്യം, എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഒന്നും കിട്ടാനില്ല. ലക്ഷോപലക്ഷം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു, അവർക്കത് പ്രചോദനമാവുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ കോടതി പറഞ്ഞ ഒരു വിധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നിയമപരമായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. എനിക്കിതിൽ തീരെ പിടിക്കാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആവശ്യമില്ലാതെ അവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് റീൽസ് എടുക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഇപ്പൊ ഈ നിയമം വന്നതിന് ശേഷം പോലും ആ വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് കുറെ ആളുകൾ പോയിട്ടുണ്ട്. അത് ഹൈന്ദവരായ ആളുകളും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ പോലും ഇവിടെ ജാസ്മിൻ ജാഫർ കാരണമായിട്ടുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നോക്കൂ, നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ്, തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിനെയൊക്കെ സമ്മതിക്കണം. ഇതിപ്പോൾ തുടങ്ങിയതാണ് ഈ സോക്കേട്. ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ഇലാഹായ റബ്ബേ, എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറേയേറെയൊക്കെ നന്മയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാത്തത്. ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് കേക്ക് മുറിക്കുന്നു, റീൽസ് ചിത്രീകരിക്കുന്നു, ഞാൻ കൃഷ്ണഭക്തയാണെന്ന് പറയുന്നു. മാത്രമല്ല ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഞാൻ കൃഷ്ണനെ വരക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഞാൻ കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യാവിളക്ക് വെക്കാൻ പറ്റി. അപ്പോൾ ഇവർ ഈ കൃഷ്ണനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കളാരും സന്ധ്യാവിളക്ക് വെക്കാറില്ലായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഈ ഉസ്താദ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇത് കേരളത്തിലായതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത് എന്നുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അവസ്ഥ നമുക്ക് അറിയാലോ. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയ എന്താവും അവസ്ഥ? അവര് പരമാവധി നമ്മളെ കൈയും കാലും വേറെടുത്തൊരു മൂലൊക്കെ കൊണ്ടുപോയിടും. അമ്മാതിരി ആളുകളുടെ നാടാണ്. കുറച്ച് വകതിരിവും കുറച്ച് ബോധമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലാണെന്നുള്ളതാണ്. എന്നാൽ ആ ബോധമൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പോവും. അതെങ്ങനെ പോവുക? ഇങ്ങനെ ആളുകൾക്ക് അന്ധമായ വിശ്വാസം ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അത് ഊട്ടി ഉറപ്പിക്കാനും അവരെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഓരോ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടും. ഇതിന് വൃത്തികേട് തന്നെ പറയേണ്ടി വരും. താൻ വരയ്ക്കുന്ന ഫോട്ടോസ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ നടത്തിയ പ്രഹസനം നമുക്കറിയാലോ. അവിടെ പോയിട്ട് കേക്ക് മുറിച്ച കഥകൾ നമുക്കറിയാലോ. അവരൊറ്റ ആള് കാരണം കൊണ്ടാണ് ഒരുപാട് ഇപ്പൊ ഒരു മെമ്മറി എന്ന രീതിയിലൊക്കെ ചില ആളുകൾ അവിടുന്ന് വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അതുപോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്ന സലീം കാരണമാണ് ഇതിനൊരു തുടക്കം.
പക്ഷെ എന്ന് തുടങ്ങുന്ന അതേപോലെ തന്നെ ജാസ്മിൻ ജാഫറിനും ഇപ്പോ 8ന്റെ പണി കിട്ടി. ഇവരുടെയൊക്കെ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കി, മുസ്ലിം പേരാണ്, തട്ടമിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇത്ര പ്രിയമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോയാൽ ഗുരുവായൂർ കയറ്റും. ഏത് പെൺകുട്ടിയാണെങ്കിലും അവള് ഇത്ര വലിയ ഭക്തി മൂത്തി നടക്കുന്നവളാണെങ്കിൽ അവൾ പേര് മാറ്റി അവൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മറികടന്ന് ആ വിശ്വാസത്തിന്റെ ഭാഗമായാൽ അവൾക്ക് യഥേഷ്ടം കയറാം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. അവർക്കറിയാം അങ്ങനെ പോയാൽ പിന്നെ മാർക്കറ്റില്ല. തീർച്ചയായിട്ടും ആര്യ സമാജത്തിലൊക്കെ പോയിട്ട് ഹൈന്ദവ മതം സ്വീകരിച്ച് പേര് മാറിക്കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലാതെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ മറ്റ് ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. ആരൊക്കെ വന്നു പോകുന്ന ആർക്കും ഒരു അറിവില്ല എന്നുള്ളതാ. അവർ വരുന്നു, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അതൊന്നും ഒരു ചർച്ച പോലെ ആവുന്നില്ല. പക്ഷെ ഇവിടെ ജാസ്മിൻ വന്നിട്ടുള്ള എന്തിനാ? അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവിടെ വിശ്വാസം കൊണ്ട് വന്നതല്ല. അവർക്ക് യാതൊരു വിശ്വാസം ആ വിഷയത്തിലില്ല. ഇവിടെ ഇപ്പൊ ജസ്ന പറഞ്ഞതുപോലെ ഒരു കപട വിശ്വാസിയല്ല ഇവര് വിശ്വാസിയേ അല്ല. അവർ ഏത് മതത്തിലെ വിശ്വസിക്കുന്ന അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണ് അവർ ജീവിക്കുന്ന വെച്ചാൽ അല്ല. എന്നാൽ ഹിന്ദു മതവിശ്വാസ പ്രകാരമാണ് അവർ പോകുന്നത്, അതും അല്ല. അപ്പൊ റീൽസിന് വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കാൻ വന്നത് തന്നെയാണ് ജാസ്മിൻ. പേര് അങ്ങോട്ടും മാറുന്നതിലൊന്നും വിചാരിക്കല്ലേ. എന്തായാലും രണ്ടും ഒരേ പേരെന്നെ, ജാസ്മിനും ജസ്നയും. ജാജ കിടക്കുന്നത് കൊണ്ടും ജസ് കിടക്കുന്നത് കൊണ്ടും തെറ്റുന്നതൊന്നും വിചാരിക്കല്ലേ. മുഴുവൻ കേൾക്കാം. അങ്ങനെ പോയാൽ എന്ത് പ്രസക്തിയാണ്? ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് പേര് മാറ്റാത്തത്? രാമസിംഹം പേര് മാറ്റി, ഇപ്പൊ രാമസിംഹം എവിടെ? ആര് ശ്രദ്ധിക്കുന്നു? ആരിഫ് ഹുസൈനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രസക്തി ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത്. അതൊക്കെ അങ്ങ് പോട്ടെ. ഇപ്പം ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണെന്ന് പറയുന്ന ആളോട് ശ്രദ്ധിക്കണം, ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്ന നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളാണ്. അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത്. ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല. അവർ പാരസ്പര്യ സഹായത്തോടെ അവർ മുന്നോട്ട് ജീവിക്കുന്നു. ആരെ കൊണ്ടാണ് ഈ പ്രശ്നം എന്നാലോചിച്ച് നോക്കിയേ. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ എന്താ പറയാ ഉസ്താദെ? ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രശസ്തമായ പള്ളിയുടെ ചുറ്റിലും കച്ചവടം ചെയ്യുന്നതിൽ ഹിന്ദു ഉണ്ടോ, മുസ്ലിം ഉണ്ടോ, ക്രിസ്ത്യൻ ഉണ്ടോ? അവരവിടെ ആരുടെയും ജാതി മതം നോക്കിയിട്ടൊന്നല്ല കച്ചവടം നടത്തുന്നതും കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതും, അല്ലെ? പക്ഷെ ഇവിടെയും അതേ അവസ്ഥ തന്നെ. ഗുരുവായൂർ അമ്പലനടയുടെ ചുറ്റിലും അതേപോലെ തന്നെ എല്ലാ മതത്തിലുള്ള ആളുകളും കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവരും ജീവിച്ചു പോകുന്നത് എന്താ? ഈ വിശ്വാസം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാ. ആ വിശ്വാസത്തെ കരിവാരി തേക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തുണ്ടാവും? പൊതുവായിട്ട് അവർക്കൊരു വെറുപ്പുണ്ടാവും. ഇപ്പൊ തന്നെ ഒരുപാട് സംഘികളെ നമുക്കറിയാലോ. ഈ സംഘികൾക്ക് മുസ്ലിം ഒന്ന് കേൾക്കണത് തന്നെ ഭയങ്കര കലിയ. അപ്പൊ അവരെന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ വൃത്തികെട്ട കമന്റ് ഇടുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ ഒരു തീവ്രമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്ത ഒരാൾ പോലും ഇതിനെ ന്യായീകരിക്കില്ല. പക്ഷെ പകരം ഒരു കാര്യം പറയും, അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ ഒരിക്കലും ആ ഒരു കാരണം കൊണ്ട് ആ മതത്തെ പൂർണ്ണമായിട്ട് അവഹേളിക്കരുതെന്ന്. അത് വകതിരിവും അത്യാവശ്യം ബോധമുള്ള ആളുകൾ അങ്ങനെ പറയുള്ളൂ. ക്ഷേത്രത്തിന്റെ ചട്ടമുണ്ട്, അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ? ഇനിയിപ്പം വേറെ കാര്യം കൂടി മനസ്സിലാക്കണം. മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കല്ല, മുസ്ലിം നാമധാരിയായ പെൺകുട്ടി, അതാണ് കറക്റ്റ് പറയുന്നത്. ഞാനതിൽ ഇടപെടൽ നിർത്താൻ നിൽക്കുകയായിരുന്നു. അവരെന്തായാലും ആ വിശ്വാസത്തിലല്ല പോകുന്നത്. അവർ ഏത് വിശ്വാസത്തിലാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, ഞാൻ ഒന്നിലും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡ്. ആ ട്രെൻഡോട് കൂടിയിട്ട് തന്നെ മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങൾക്ക് അടിയിലൂടെ ഇടയിലൂടെ നുഴഞ്ഞു കയറി അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത. ആ ഒരു പ്രവണതയിലൂടെ തന്നെയാണ് ഇവിടെ ഇവർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കേസ് നടക്കുകയാണ്, ഒരു പ്രശ്നം നടക്കുകയാണ്, ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ ഒരു റീൽസ് ചിത്രീകരിച്ചിട്ട് പിന്നീട് അത് കേസും കാര്യങ്ങളും വരുമ്പോൾ ഒരു ചെറിയ മാപ്പപേക്ഷയും കൊടുത്തിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയിട്ട് എന്താ കാര്യമുള്ളത്? അവർക്കറിയാം അത് അത്യാവശ്യം റീച്ചിലേക്ക് എത്തും എന്നുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ പ്രൊഫൈലിലേക്ക് ആളുകളുടെ ഒഴുക്കും കൂടും. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം നാമധാരി ആയിട്ടുള്ള ഒരു പെൺകുട്ടി, യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെയൊക്കെ ചെല്ലും, കാണും. അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ കലകളൊക്കെ നോക്കി ആസ്വദിക്കും, ഫോട്ടോ ഒക്കെ എടുത്ത് വരും. ഇതൊക്കെ എല്ലായിടും നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ മാന്യത ഉള്ളത് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ? അത് ശരിയാണ്. പക്ഷെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഒരു വളക്കൂർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ജാസ്മിനെ പോലെ അല്ലെങ്കിൽ ജസ്ന സലീമിനെ പോലെയുള്ള ആളുകൾ എന്നുള്ളതാ. പണ്ട് ജസ്ന സലീമിനെ തോളിൽ ഏറ്റി നടന്നിരുന്ന സംഘികൾ തന്നെ അവസാനം എടുത്ത് താഴെ ഇട്ടില്ലേ. ഇപ്പൊ ജസ്ന സലീമിന്റെ സങ്കടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരും ഇല്ല, നാട്ടുകാരും ഇല്ല, ആരും ഇല്ല, ഇന്നെ തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അവരുണ്ടാക്കി വെച്ചൊരു കാര്യമാണെന്നുള്ളതാ.
അവര് രായ്ക്ക് രാമായണം ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആള് കാരണം ഇപ്പൊ മൊത്തത്തിൽ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു അവഹേളനായി ഇങ്ങനെ നിൽക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ജാസ്മിൻ ജാഫറും ഇവര് കാരണം കൊണ്ട് എത്ര തെറിയ കേട്ടോണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരുപാട് ആളുകൾ എന്നുള്ളതാണ്. ഇതിലിപ്പോ ജാസ്മിനെ കുറ്റം പറയാൻ വേണ്ടി വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് അവള് ചെയ്ത് തെറ്റാണെന്നുള്ളത്. ആ തെറ്റാണ് എന്ന് പറയുന്നതിന്റെ അടിയിൽ പോലും പോയിട്ട് ആ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ തെറി വിളിക്കുന്ന സംഖ്യകളും പിന്നെ കുറെ മണ്ടന്മാർ എന്നുള്ളതാണ്. അതിന്റെയൊക്കെ ആവശ്യം എന്താന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോവാൻ. ബിഗ് ബോസിൽ തന്നെ മറ്റൊരു താരവും ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും ചർച്ച ചെയ്യണില്ല. അതിൽ വന്നിട്ട് റനീഷയുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് സംഘികളൊക്കെ മതസൗഹാർദ്ദം അത് ഇതെന്ന് പറഞ്ഞ് മെഴുകുന്നത് എന്താണെന്ന് എനിക്ക് തീരെ പിടുത്തം കിട്ടിയിട്ടില്ല. വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ? അവരിതൊക്കെ സഹിക്കുന്നില്ലേ? ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത്. അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിവാസം ചെയ്യുമ്പം അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ സഹിഷ്ണുതയുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല, മുസ്ലിങ്ങൾ പല ആളുകളും ആ പരിസരത്തുള്ള കച്ചവടക്കാർ ഇവരെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് ഈ തോന്നിയാസത്തിന് പോകുന്നത്? എന്തിനാണ് ഈ തോന്നിയാസത്തിന് പോകുന്നത്? വ്യൂവർഷിപ്പ്, അടുത്ത പ്രൊമോഷൻ വരും. ഇപ്പൊ ഇത് വൈറലായില്ലേ, ഒരു കേസ് വന്നാൽ ഇപ്പൊ എന്ത്, ആ കേസിന്റേതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് വല്ലതും കളിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പ്രൊമോഷൻ വരും. ഇപ്പൊ ഇവരുടെ മെയിൻ പരസ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ എന്തൊക്കെയാണ്? സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ വീണ്ടും ആളുകൾ വരല്ലേ, ഇതാ ഇവളാണിട്ട് അത്, അവളാണിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും. അപ്പൊ അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. അത്ര തന്നെ. ഉസ്താദ് ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇവർക്കൊക്കെ റീച്ച് മാത്രം മതി. ഇവരൊന്നും വിശ്വാസികളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരങ്ങനെ പോണവരല്ലേ. ഇനി ഒരു കാര്യം ഹിന്ദു സഹോദരങ്ങൾ പറയാണ്, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതൊന്നും മദ്രസ പഠിപ്പിച്ചല്ലേട്ടാ, ഇതൊക്കെ ഈ ബിഗ് ബോസിൽ നിന്ന് പഠിച്ചു വന്നതാ. ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരം വിഡ്ഢിത്തങ്ങൾ പെട്ടുപോയ ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഈ തട്ടമിട്ട പെൺകുട്ടികൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ വന്ന് കുറച്ച് ഭക്തിമൂർത്തി കാണിച്ചു കഴിഞ്ഞാൽ എന്തോ മഹാസംഭവമാണ് എന്നൊക്കെ വിചാരിക്കുക. ഇവിടെ ഉള്ള മെമ്പർമാരെ കൊണ്ട് സഹിക്കാൻ വയ്യ. പറ്റാത്തവരൊക്കെ ഇട്ടിട്ട് പോയാൽ അത്രയും നല്ലത്. ഇവിടെ ഉള്ള നല്ല വിശ്വാസികളുടെ മൂല്യങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഇവിടെ പുതിയ ആളുകളുടെ ആവശ്യമില്ല. ഇവിടെ ഉള്ളതിനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ പോകുന്നത് അത് തന്നെ നല്ല. പക്ഷേ ഇത് സമൂഹത്തിനിടയിൽ ഛിദ്രതയും വർഗീയതയും ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് മറ്റുള്ളവൻ്റെ ആരാധനാലയത്തിലേക്ക് കടന്നു കയറി ചെന്ന് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ധ്വംസിക്കുമ്പം അത് സമൂഹത്തിനിടയിൽ വലിയൊരു ഛിദ്രത ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജാസ്മിൻ അറിഞ്ഞോ അറിയാതെയോ എന്നുള്ള കാര്യമാണ് നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം വന്നിട്ടുണ്ട് അല്ലെ. അതായത് ഇസ്ലാം മതത്തിനെ കുറിച്ച് പോലും വൃത്തികെട്ട രീതിയിൽ പറയുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥ ഒരു ഇസ്ലാമിൽ പറഞ്ഞ ഒരു വ്യക്തി, ആ മതത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി മറ്റു ഒരു മതത്തിലെ ദൈവങ്ങളുടെ അടുത്തേക്കും പോവില്ല എന്നുള്ളതാ. ലാഹിലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ദൈവത്തിന്റെ അടുത്തേക്ക് പോവോ? ഇവിടെ ജസ്ന സലീം പറഞ്ഞ കാര്യം എന്താണ്? അതായത് മറ്റൊരു മതത്തിലെ വിശ്വാസികളുടെ ദൈവത്തെ വരച്ച് വിറ്റ പണം കൊണ്ട് എന്റെ ഉപ്പാക്കും അല്ലെങ്കിൽ ഉമ്മാക്കും ഹജ്ജിന്, അതായത് നമ്മുടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത്? ഒരു ദൈവത്തിന്റെ ചിത്രം വരച്ച് മറ്റൊരു ദൈവത്തിന്റെ അടുത്ത് പോയിക്കൂടെ എന്നുള്ളത്. ഒരു ദൈവമുള്ളൂ ഇസ്ലാം മതവിശ്വാസ പ്രകാരം, അള്ളാഹു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ജസ്ന സലീം ആണെങ്കിലും ശരി, ജാസ്മിൻ ആണെങ്കിലും ശരി, രണ്ടുപേരും ഇവിടെ കാണിച്ചു കൂട്ടിയ ഈ ഒരു പൊട്ടത്തരം ഉണ്ടല്ലോ, അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടത് ഇവിടെയുള്ള ഒരു സമുദായം മുഴുവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി എടുത്ത നടപടി, നിലപാട് വളരെ അഭിനന്ദനാർഹമാണ്. മുന്നോട്ട് പോകണം. അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇനി തോന്നിയ നിങ്ങൾ അനുവദിക്കരുത്. ഇത്തരം ഭക്തിമൂത്ത് ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളെ നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നന്നായിട്ട് കൈകാര്യം ഇടിച്ച് പപ്പടവട ആക്കണം എന്നല്ല ആൾ ഉദ്ദേശിച്ചത്. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നല്ലൊരു തീരുമാനമാണ് എന്നാണ് ആളും പറയുന്നത്. ഇതിപ്പോ ജാസ്മിന്റെ വീഡിയോ വന്നിട്ട് 2-3 ദിവസമായിട്ട് അയക്കണം. ഞാനത് റിയാക്ട് ചെയ്യാതിരുന്നെന്ന് വെച്ചാൽ ഇതിന്റെ കാര്യമായ കാര്യങ്ങളൊന്നും അറിയട്ടെ വെച്ചിട്ടാ. പിന്നെ എന്റെ പൊന്നെ ആകെ തെറികള്, ഒരു കാര്യമില്ലാതെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഒരു കൂട്ടം ആളുകള്. അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം ഈ പെൺകുട്ടി ഒരിക്കലും ആ ഒരു മതത്തിന്റെ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളല്ല എന്നുള്ളത്. അവരുടെ റീൽസ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ അറിഞ്ഞുകൊണ്ടും തെറി വിളിക്കാൻ വേണ്ടി വരുന്നവരാരായിരിക്കും? അത് സംഘികളും കൂടിയാണ് എന്നുള്ളതാണ്. വിശ്വാസികളായ ആളുകളിൽ സംഘികൾ മാത്രമല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് ട്ടാ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്ക് പോലും ഒരു ദേഷ്യം തോന്നുന്ന രീതിയിൽ ജസ്ന സലീം ആണെങ്കിലും
ഈ ജാസ്മിൻ ആണെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും അവസ്ഥ. കേരളത്തിലായതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നമില്ലാത്തത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എന്താവും അവസ്ഥ? ആകെ കുടുങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഉസ്താദ് പറഞ്ഞ വാക്കുകള് ഒരു രക്ഷയില്ല. അങ്ങനെ ആയിരിക്കണം പ്രതികരിക്കേണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഒരു മതത്തിനെ അവഹേളിക്കില്ല, മതസൗഹാർദ്ദം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില വാക്കുകളൊക്കെ. ഇപ്പൊ കഴിഞ്ഞ വിഷുവിന് പള്ളിപ്പറമ്പിൽ നിൽക്കുന്ന ഒരു കൊന്നമരത്തിൽ നിന്ന് ഹൈന്ദവരായ മനുഷ്യന്മാര് പൂ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് അവിടെ നിന്നിട്ട് നേതൃത്വം വഹിക്കുകയാണ്. അതായത് പൊട്ടിച്ചു കൊണ്ടുപോകാനുള്ള കഥയും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാര്. ഒരു മതത്തെ അവഹേളിക്കാതെ അന്യോന്യ സ്നേഹത്തോട് കൂടിയിട്ടും പോണം മുന്നോട്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യ പോലെ ആവും നമ്മുടെ നാട്. നോർത്ത് ഇന്ത്യയെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണോ ജാസ്മിനെ നിങ്ങളെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്? വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.